ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മാജിക് ലാൻഡ് എക്സ്പോ എന്ന് പറയുന്ന ഒരു സംഭവം കാണാൻ വന്നിരിക്കുകയാണ്. ഇത് ചാലക്കുടിയിൽ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് ഒരുക്കിയിട്ടുള്ള സംഭവമാണ്. ഇതിൽ മെയിനായിട്ട് അണ്ടർ വാട്ടർ ടണലാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. ഇവിടെ നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു കുതിരനെയും അതുപോലെ തന്നെ ഒരു ഒട്ടകത്തിനെയും കെട്ടി വെച്ചിട്ട് ഇട്ടിരിക്കുന്നതാണ്. അതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തുടക്കത്തിൽ തന്നെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുതിരനെയും ഒട്ടകത്തിനെയും ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും ഒന്ന് തൊട്ട് നോക്കാനും അതുപോലെ തന്നെ മനസ്സിനൊരു പ്രത്യേക ഒരു അനുഭൂതി തരുന്നുണ്ട് ഇവർ ഇങ്ങനെ ഈ ഒരു കുതിരനെയും ഒട്ടകത്തിനെയും ഈ ഒരു ഫസ്റ്റ് എൻട്രൻസിൽ തന്നെയായിട്ട്, അതായത് നമുക്ക് കയറി ചെല്ലുന്നതോടെ തന്നെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഈ ഒട്ടകത്തിൻ്റെ അടുത്തൊന്ന് പോയി ഒട്ടകത്തിനൊന്ന് സൂം ചെയ്ത് നോക്കി. അത് ഭക്ഷണം കഴിക്കുന്ന കാണാനൊക്കെ ഒരു പ്രത്യേക നമുക്കൊരു വ്യത്യസ്തമായ സംഭവങ്ങൾ വല്ലപ്പോഴും കാണുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് മെയിൻ എൻട്രൻസ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ക്രിസ്മസിൻ്റെ അന്ന് തന്നെയാണ് ഞാനും ഫാമിലിയായിട്ട് ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പലയിടത്തും ഇത് കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് പോയി കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വരുന്നത് ഗ്ലാസ് ടണൽ വരുന്നുണ്ട്, പിന്നെ ഗ്ലാസിൻ്റെ അക്വേറിയം വരുന്നുണ്ട്, ഡിസ്നി മാജിക്, ബാഡ് ഷോ, അങ്ങനെ കുറേ സംഗതികളൊക്കെയാണ് കാണിക്കുന്നത്. ഇതാണിപ്പോൾ ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് പോയി നോക്കാം. ₹120 മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ടിക്കറ്റിന് പെർ ഹെഡ്. അതായത് 5 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ₹120 മാത്രമേ ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നുള്ളൂ. ഇതൊരു വലിയ എമൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് അകത്ത് കയറി നോക്കാം. ഈ ഒരു പൈസയ്ക്ക് നമുക്കിതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടിക്കറ്റ് അവിടെ ചേച്ചിമാരുടെ അടുത്ത് കാണിച്ചിട്ട് നമ്മളകത്തോട്ട് പ്രവേശിക്കുകയാണ്. ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അതായത് ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെയാണ് ഞങ്ങൾ അകത്തോട്ട് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് 2 അക്വേറിയം ആണ് ഒരു സൈഡിലായിട്ട് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അക്വേറിയത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വലിയൊരു കെട്ടിടം. അതായത് കാണുമ്പോൾ ഒരു പാലസ് പോലെയാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയോടും ഭംഗിയോടും കൂടിയിട്ടും ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ അവരിതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് കണ്ടിട്ട് മൈസൂർ പാലസ് ആണ് എന്നാണ് തോന്നുന്നത്. ആ ഒരു മോഡലാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ അതിലുപരി അക്വേറിയത്തിൽ അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ വാളിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടല്ലേ, നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളും ആ ഒരു തീമാണ് ശരിക്കും ഈ വാളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു കടലിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ കളറും, അപ്പോൾ ആ മൊത്തത്തിൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് കടന്നപ്പോൾ നല്ല ക്രൗഡാണ് കാണാൻ കഴിഞ്ഞത്. ഇവിടെ ഫാമിലി, അതായത് കുട്ടികളൊക്കെ ആയിട്ട് അവർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള പലതരത്തിലുള്ള മരങ്ങളും ചെറിയ ചെറിയ കൂടാരങ്ങളും ഒക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിലുപരി ഈ ഒരു മാസ്ക് ഇട്ട് വെച്ചിട്ടുള്ള കുട്ടികളുടെ ആ ഒരു കളിയും കാര്യങ്ങളൊക്കെ ശരിക്കും ഇത് ഫാമിലീസിനെ നല്ല രൂപത്തിൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് പോകുമ്പോൾ ഈ ഒരു ക്രൗഡിൽ നിന്ന് അടുത്തൊരു സെക്ഷനിലോട്ട് നമ്മൾ പോകുമ്പോൾ കാണുന്നത് ഇവിടെ ഗ്ലാസ് അക്വേറിയം തന്നെയാണ് കാണാൻ കഴിയുന്നത്.
ഇതിൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കടലിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഫീല് തന്നെ ശരിക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ. ലോബ്സ്റ്റർ എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സൈഡിൽ കാണുന്നത് തെരണ്ടിനെ, ചെറിയ 2 തെരണ്ടിനെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് അക്വേറിയം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ തെരണ്ടിനെ നേരിൽ കാണുന്നത്. വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് ഈ തെരണ്ടി എന്ന് പറയുന്നത്. ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാലിനൊന്നും അധികം നീട്ടൊന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് നമ്മളിവിടെ കാണുന്നത് ഫെദർ ഫിഷ് എന്ന് പറയുന്ന മറ്റൊരു മീനിനെയാണ്. വളരെ അത്ഭുതത്തോടെ ഉണ്ടോ ഞാൻ ഈ ഒരു മീനിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മീൻ തന്നെയാണോ എന്ന് തോന്നിപ്പോവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ മീനിനൊക്കെ? ശരിക്കും ഒരു ഫെദർ തന്നെ. പിന്നെ എല്ലാ മീനിൻ്റെയും ഈ ഒരു അക്വേറിയത്തിൻ്റെ മുകളിൽ തന്നെ ഇതിൻ്റെ മീനുകളുടെ ഇത് ഏത് ഇനം മീനാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. അതുപോലെ കാണാനും ശരിക്കും നല്ല ഭംഗിയുണ്ട്. നമ്മൾ ആ ഒരു ബ്ലൂയിഷ് ഒരു ശരിക്കും വെള്ളത്തിൻ്റെ അടിയിൽ പോയൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു അക്വേറിയത്തിലോട്ട് വരുമ്പോൾ ഇതിൽ വലിയ മീനുകളുണ്ട്, അതുപോലെ തന്നെ പൊടി മീനുകളും ഉണ്ട് കേട്ടോ. പൊടികളല്ല, അല്പം വലുപ്പമുള്ള മീൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റിയത് ഈ ഒരു വലിയ മീനുകൾക്ക് ഭക്ഷണത്തിനായിട്ടാണ് ഈ ഒരു ചെറിയ മീനുകൾ ഇട്ട് കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്കിതിൽ കാണാനും മനസ്സിലാക്കാനും പറ്റിയത്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണം, ശരിക്കും വെള്ളത്തിനടിയിൽ പോയിട്ടുള്ള ആ ഒരു ഫീല് തീർച്ചയായിട്ടും നമുക്ക് 120 രൂപ കൊടുത്തൊരു ടിക്കറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നടക്കുന്ന വഴിയിൽ 2 സൈഡിലും ഇതുപോലെ അക്വേറിയം വെച്ചിട്ടാണ് ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ അക്വേറിയത്തിൻ്റെ ഭാഗം കഴിയാണ്. ഇനിയുള്ളത് ടണലിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അണ്ടർ ടണലിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ചെറിയ കളർഫുൾ ഈ പെയിൻറ്റിൽ പലതരത്തിലുള്ള പെയിൻറ്റിൽ മുക്കിയെടുത്ത പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര രസകരമായിട്ട് വളരെ അടിപൊളി ഫീൽ. നമുക്ക് ഭയങ്കര മനസ്സിനൊക്കെ നല്ല കുളിർമ തരുന്ന തരത്തിലുള്ള മിക്സായിട്ടുള്ള പലതരത്തിലുള്ള കളർ മീനുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ടണലിൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് ഒന്നുകൂടി ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് കിട്ടണത്. ഭയങ്കര രസമുണ്ട് ഈ കാണാനായിട്ട്. ഇതൊന്നും വീഡിയോയിൽ കണ്ടാൽ പോരാ, നിങ്ങളൊക്കെ കുട്ടികളായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സംഗതി നേരിൽ തന്നെ വന്ന് കാണേണ്ടതാണ്. ചാലക്കുടിയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 50 ദിവസത്തോളം ഈ ഒരു സംഗതി ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് കാണേണ്ട കാഴ്ച തന്നെയാണെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.
ഇതിൽ ചെറുതരത്തിലുള്ള മീനുകളുണ്ട്, അതുപോലെ തന്നെ വലിയ മീനുകളും ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇവരിത് ബിൽഡ് ചെയ്ത് വെച്ചേക്കണെന്നുള്ള കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് തോന്നുന്നത്. വളരെ അത്രയും ഗംഭീരമായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കടലിൻ്റെ അടിയിൽ പോയിട്ടുള്ള ഒരു ഫീല് ഈ ഒരു ടണലിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ അത് കൂടിക്കൂടി വരാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഫിഷാണ് ഈ ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത്. കണ്ടില്ലേ എന്ത് രസമാണല്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ ടണലിൻ്റെ ഈ ഒരു സെക്ഷൻ ഇവിടെ കഴിയാണ്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തോട്ട് നോക്കുമ്പോൾ നല്ലൊരു ക്രൗഡ് കാണുന്നുണ്ട്. അപ്പോൾ മാജിക് ലാൻഡ് എക്സ്പോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു അക്വേറിയത്തിൽ ഇവിടെ ഒരു മെർമെയ്ഡനാണ് കേട്ടോ കാണാൻ പറ്റണത്. അടിപൊളിയായിട്ടുണ്ട്. വലിയൊരു അക്വേറിയമാണ്. അതിൻ്റെ ഉള്ളിലൊരു മെർമെയ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കുന്ന ഒരു സംഗതിയാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഈ ഒരു പെൺകുട്ടിയായിരുന്നു അവിടെ മെർമെയ്ഡായിട്ട് നമ്മളെല്ലാവരെയും ആ ഒരു അക്വേറിയത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നമ്മളെ രസിപ്പിച്ചിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കുട്ടി മണിക്കൂറുകളോളം അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. അത് തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീട് എവിടെയാണ് എന്താണെന്നൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു കേട്ടോ. അടുത്തൊരു സെക്ഷൻ എന്ന് പറയണത് ബാഡ് ഷോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ കഴിയുന്നത് ഇഗ്വാനനെയാണ്. ഇത് 3 തരത്തിലുള്ള ഇഗ്വാനസ് ഇവിടെ കാണുന്നുണ്ട്. ഇന്ന് ക്രിസ്മസ് ദിനമായതിൻ്റെ പേരിൽ ഇവിടെ നിന്നും നല്ല തിരക്കാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. 2 മണി മുതൽ വൈകിട്ട് 9:30 വരെയാണ് ഇവിടെ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ തന്നെ നിങ്ങൾ വന്നിട്ട് ഇത് ശരിക്കും എൻജോയ് ചെയ്യേണ്ടതാണ്. വീഡിയോ എടുക്കുമ്പോൾ ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട്. അത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഗ്രില്ലൊക്കെ വരുന്നതിൻ്റെ പേരിൽ ഓട്ടോ ഫോക്കസിൽ വരുന്ന ഒരു ചെറിയൊരു വിഷയമാണ് കേട്ടോ. അപ്പോൾ പരമാവധി ഞാൻ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് കംബോഡിയൻ അണ്ണാനാണ് കേട്ടോ. കംബോഡിയയിൽ മാത്രം കണ്ടുവരുന്ന അണ്ണാനാണ് ഈ ഒരു സംഭവം.
ഈ ഒരു പാരറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരട്ടാ. ഈ ഒരു പാരറ്റ് നമ്മളുടെയൊക്കെ സംസാരിക്കുന്ന ശബ്ദം കേട്ടിട്ട് അത് അനുകരിക്കാനും സംസാരിക്കാനും വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്നും കൂടി പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയും ഭാര്യയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേട്ട് നോക്കാം. ഹലോ ഹലോ ചേട്ടാ എന്താ പറഞ്ഞത്? അയാലോ 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 വിളിച്ചേ വിളിക്ക്. അപ്പോൾ ബേഡ് ഷോ ഏകദേശം ഞങ്ങളിവിടെ കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. ഇത് നമ്മുടെ പഞ്ചവർണ്ണ തത്തയാണ് അവസാനമായിട്ട് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ ഇവിടെ നല്ല ക്രൗഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇതുപോലെ ഒരു പാരറ്റിനെ കയ്യിൽ വെച്ചിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചേട്ടൻ പാമ്പിനെ തോളിലിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഭയങ്കര സംഭവമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇതെങ്ങനെ ആയാലും എന്നെ കൊണ്ട് കഴിയില്ല. ഇതെന്തായാലും കടിക്കാത്തതാണെങ്കിലും പാമ്പ് എന്നാണെന്ന് ആലോചിക്കുമ്പോൾ ഒരു പേടിയുണ്ട്. പിന്നെ മറ്റേ ചേട്ടൻ്റെ തോളിൽ കിടക്കുന്നത് ഇഗ്വാന തന്നെയാണ്. നല്ല വലിപ്പമുള്ളൊരു ഇഗ്വാന. പിന്നെ ഇവിടെ പാരറ്റിനെ നമുക്ക് കൈമ നിർത്തിയിട്ട് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 50 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതും വന്നിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ പഞ്ചവർണ്ണത്തത്തയെ ആയിട്ട് ഒരു കുട്ടി വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും നമുക്കൊരു കാടിനുള്ളിൽ പോയിട്ടുള്ളൊരു ഫീൽ തന്നെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഞാൻ വിചാരിച്ച ഏകദേശം അവസാനിച്ചു എന്നാണ്. പക്ഷേ വീണ്ടും കെടുക്കാണ്. നല്ല ക്രൗഡും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ കാണുന്നത് ഇതുപോലെ പാമ്പ്, ഈ വിഷമില്ലാത്ത പെറ്റായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന തരത്തിലുള്ള പാമ്പുകളുടെ ഒരു സംഗതിയാണ്. നല്ല രസമുണ്ട് കേട്ടോ സംഭവം കാണാനായിട്ട്. തൊട്ടടുത്തൊരു അടിപൊളി കളർഫുള്ളായിട്ടുള്ളൊരു പാമ്പ് എടുക്കണം. ഇതിൻ്റെ പേരെന്താണ്? മിൽക്ക് ഷേക്ക് അല്ല കേട്ടോ, മിൽക്ക് സ്നേക്ക് എന്നാണ്. അപ്പോൾ അതും കൊള്ളാം. ഈ ഒരു കൂട്ടിൽ പാമ്പിനെ കാണുന്നില്ല കേട്ടോ. ഞങ്ങൾ നല്ല രൂപത്തിൽ മുകളിലൊക്കെ എത്തി നോക്കി, കാണുന്നില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ പാമ്പുകളാണ്. പിന്നെ തൊട്ടടുത്ത് കാണുന്നത് ഗ്രീൻ ട്രീ പൈതൻ എന്ന് പറയുന്ന ഒരു പച്ചപ്പാമ്പ്. അത് ഈ കമ്പും ആ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ചുറ്റി പിണഞ്ഞ് കിടക്കാണ്. നല്ലൊരു സംഭവമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഇതാണ് മൈക്രോ അണ്ണ. പേര് പോലെ തന്നെ വല്ല മൈക്രോസ്കോപ്പും വെച്ച് നോക്കേണ്ടി വരും.
അത്രയും ചെറുതാണ്, നമ്മളെ കയ്യിലുള്ളിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന രൂപത്തിലുള്ളൊരു കുഞ്ഞി അണ്ണാനാണ്. നല്ല രസമുണ്ട് കാണാൻ, വളരെ ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടിട്ട്. പിന്നെ തൊട്ടടുത്ത് നമുക്ക് എല്ലാവർക്കും ശരിക്കും അറിയുന്ന എന്താണ്, ആർക്കും അറിയാത്തതായിട്ടുണ്ടാവില്ല, ഹാംസ്റ്ററിൻ്റെ കൂടാണ് ഈ കാണുന്നത്. ഇതും അതുപോലെ തന്നെ അണ്ണാൻ്റെ മൈക്രോ അണ്ണാൻ്റെ പോലെ തന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിള്ളേർക്കൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോകാൻ തോന്നാത്ത ഒരു അവസ്ഥ തന്നെയായിരുന്നു അവിടെ കാണിച്ചിരുന്നത്. അത് അവിടെ നിന്നിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട് എന്തൊക്കെയോ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ഒരു ഭാഗത്തുനിന്ന് പോകാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബാഡ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ പിന്നെ കാണാൻ കഴിയുന്നത് ഇവിടെ പലതരത്തിലുള്ള കളർഫുൾ ഹൽവകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് മുന്തിരി, പൈനാപ്പിൾ, കരിപ്പെട്ടി, കരിക്ക്, പാമ്പഴം, അങ്ങനെ പല ഫ്ലേവറിലുള്ള ഹൽവകളും ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്നും മിസ് ചെയ്യരുത്. പിന്നെ മറ്റേ സൈഡിൽ ഇതുപോലെ ഓഫറിൽ 10 to 50 ഓഫറിന് എഴുതിയിട്ട് ഇംഗ്ലീഷും മലയാളം ഒരുപാട് പലതരത്തിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ആവശ്യത്തിൽ പെടുന്ന തരത്തിലുള്ള ബുക്കുകളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. ഇതും നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന കുറേ സംഗതികളാണ്. കിട്ടോ ഇപ്പൊ ചെയ്യുന്നില്ല. അത് വലിയവർക്കുള്ളതാണ്. ഈ മുളയിൽ എന്താ ചെയ്യണേ? ഈ സംഭവം കൊള്ളാം, ഇത് വെറൈറ്റി ആയി. എവിടെയും കാണാത്ത സാധനം അല്ലേ? ഇത് നിങ്ങളെ കണ്ടുപിടുത്തണോ? നിങ്ങളെ കണ്ടുപിടുത്താണെന്ന് ചോദിച്ചാൽ എവിടെ കണ്ടിട്ടില്ല. ഇത് നിങ്ങളുടെ കണ്ടുപിടുത്താണെന്ന് ചോദിക്കുന്നത്. പക്ഷെ ഇതിന് കുറച്ചുകൂടി എന്തെങ്കിലും ഒരു ഹോൾസ് വേണം, ചെറിയ കള്ളി. അതുണ്ട്. ശരി, ഇത് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ വില? കച്ചവടം ഉണ്ടോ? അങ്ങനെ നമ്മൾ ആ ഒരു സെക്ഷനോട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫുഡ് കോർട്ടിലോട്ടാണ് കിടക്കുന്നത്. ഫുഡ് കോർട്ട് എന്നാണ് അവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഇത് കാര്യമായിട്ടുള്ള ഫുഡ് കോർട്ടൊന്നും ഇവിടെ കാണുന്നില്ല. നമുക്ക് തുടക്കത്തിൽ തന്നെ ഇവിടെ ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റാള് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റടുത്ത് കാണുന്നത് കുറേ ബജി ഐറ്റംസാണ്. ബജികളൊക്കെ പൊരിച്ച് ലൈവായിട്ട് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സംഭവമാണ് ഇവിടെ. ഇതുപോലെ തന്നെ മുളക് ബജി ലൈവായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ചില്ലി കോളിഫ്ലവറിൻ്റെ ഒരു സംഭവമാണ് കാണുന്നത്. ഇതും അവരും ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ചമ്മന്തിയൊക്കെ ഒഴിച്ചിട്ട് നമുക്കവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാലുള്ളത് ആണ് ഇവിടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.